4 പെൺകുട്ടികൾ മണ്ണാർക്കാട് വഴി പോകുന്ന കോഴിക്കോടേക്ക് പോകുന്ന ഭാഗത്ത് പാലക്കാട് നിന്ന് കല്ലടിക്കോടിനടുത്തുള്ള വളവിൽ 13 വയസ്സുള്ള നിതയും ഇർഫാനയും ആയിഷയും ഒരു സിമന്റ് ലോറിയുടെ അടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞ് മരിച്ചുപോയപ്പോ ചാണകം തലയിൽ കുത്തി നിറച്ച വിവരദോഷികളുടെ മെസ്സേജ് നിങ്ങൾ കണ്ടില്ലേ? എന്തായിരുന്നു? മേത്തച്ചികളല്ലേ, പോട്ടെ, ഒരു കുഴപ്പമില്ല. ഇത്രയും മനസ്സാക്ഷിയില്ലാത്ത മൃഗങ്ങളായി പോയല്ലോ മനുഷ്യൻ. മലയാളികൾ റഹീമിന് കോടികൾ പിരിച്ചു കൊടുത്തു, ശരിയാ. ഒരാവശ്യം വന്ന കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം RCCയിലും SATയിലും മെഡിക്കൽ കോളേജിലും അനന്തപുരിയിലും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി റോഡ് വിശാലമാക്കി കൊടുത്തിട്ട് ആംബുലൻസ് കടത്തിവിടുന്ന കേരളീയ സമൂഹത്തിന്റെ കയ്യടി ഒരുപാട് നേടിയിട്ടുണ്ട്, ശരിയാ. പക്ഷേ മസ്തിഷ്കത്തിൽ ഇപ്പോഴും പകയും വർഗീയതയും കൊണ്ട് നടക്കുന്നവരാണ് മലയാളികൾ. മലയാളികളെ പോലെ ഇത്രയും മോശമായ കമന്റുകൾ പറയുന്ന ഒരു മഖ്ലൂഖ് അല്ലാഹുവിന്റെ പടപ്പിലില്ല. ഗൗരവമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. സഹല് ബിൻ സഈദ് സായിദി, ഞാൻ അങ്ങനെ പോയ യാത്രയിലാണ് ഉഖ്ബത്ത് ബിൻ മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കണ്ട് അകത്തോട്ട് കയറുമ്പോ മഹാനായ ഒരു സഹാബിയുടെ ഖബർ, ആ സഹാബി റിപ്പോർട്ട് ചെയ്ത ഹദീസ് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ നെഞ്ച് കത്തും. ഇത് ആരായി കിടക്കുന്ന? മുത്ത് നബിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന സഹാബിയല്ലേ ഈ കിടക്കുന്നത്? നമ്മൾ ആരെ കാണുന്നത്? നമ്മൾ ആരുടെ ഖബറിന്റെ അടുക്കലാ പോകുന്നത്? നമ്മൾ പോകേണ്ടത് സഹാബത്തിന്റെ ഖബറിന്റെ അടുക്കലാണ്. നമ്മുടെ ഈമാൻ വർദ്ധിക്കും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. തൂര് സീനയിൽ ചെന്നിട്ട് വാദിൽ മുഖദ്ദസ് എന്ന് ഖുർആൻ പറഞ്ഞു, ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, അങ്ങ് പരിശുദ്ധ താഴ്വരയിലാണ്. ഫഖ്ലഅനഅലേക്ക് ചെരുപ്പൂരി വെക്കൂ എന്ന് പറഞ്ഞ ആ താഴ്വരയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, നെഞ്ചിങ്ങനെ പിടയ്ക്കും. സാമിരി പശുക്കുട്ടി ഉണ്ടാക്കിയ സ്ഥലം. അതുപോലെ തന്നെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം നോക്കി നിൽക്കുമ്പോ തജല്ലി, ആ മലയിൽ നബി അള്ളാഹുവിന്റെ പ്രകാശം വന്ന മല. ഇതൊക്കെ കാണാതെ ഈ മരിച്ചുപോയ സ്വർഗത്തിൽ പോയിട്ട് ഇതൊക്കെ കാണണമെന്ന് പറഞ്ഞാൽ നടക്കുവോ? അവിടെ ഇതിനെങ്ങാനും സമയമുണ്ടോ? അവിടെ സുഖിക്കാനും രസിക്കാനും അള്ളാഹു തന്ന സ്ഥലമല്ലേ. അതുകൊണ്ട് പോകണ സഹാബാക്കളുമായിട്ട് ബന്ധമുണ്ടാകണം. സഹല് ബിൻ സഈദ് സായിദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഒരിക്കലും നബി തങ്ങളുടെ റൂമിൽ ഒരുത്തൻ ഒളിഞ്ഞു നോക്കി. അള്ളാന്റെ ഹബീബിന്റെ റൂമിൽ ഒരുത്തൻ ഒളിഞ്ഞു നോക്കി. നന്നായിട്ട് കേട്ടോ, മുത്തഫഖുൻ അലൈഹി. ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കണ്ട, ഉണ്ട്, മുസ്ലിമിലും ഉണ്ട്. അള്ളാന്റെ റസൂലിന്റെ വീട്ടിലേക്ക്, റൂമിലേക്ക് ഒരുത്തൻ ഒളിഞ്ഞു നോക്കുകയാണ്. ആ സമയത്ത് നബി തങ്ങളുടെ കയ്യില് തല ചൊറിയുന്നൊരു വടിയുണ്ടായിരുന്നു, തല ചൊറിയുന്നൊരു തടിയുണ്ടായിരുന്നു. നബി തങ്ങൾ തലയൊക്കെ ചൊറിയാൻ വേണ്ടി ചില വടികൾ, നമ്മുടെ കമ്പോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അങ്ങനെ തല ചൊറിയാനും മുതുകു ചൊറിയാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം. അപ്പൊ ഇയാൾ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവനോട് പറഞ്ഞു, ലൗ അഅലമു അന്നക തൻളുറുനി, എടാ നീ എന്നെ നോക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ലതനഅതു ബിഹി ഫീ ഐനൈക, നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിച്ചേനെ. ആരാ പറഞ്ഞത്? ഇതാരായി പറയുന്ന? ഒരു ഉറുമ്പിനെ നോവിക്കരുതേ എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉറുമ്പിനെ നോവിക്കരുതേ എന്ന് പറഞ്ഞ പ്രവാചകൻ. അത്തിപ്പറ്റ ഉസ്താദൊക്കെ എന്തും മഹാന്മാര്. അവരൊക്കെ യഥാർത്ഥത്തിൽ അവരൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോയി, അത്തിപ്പറ്റ ഉസ്താദൊക്കെ ജീവിക്കാൻ മാത്രം മനോഹരമാണോ നമ്മുടെ ഈ കാലഘട്ടം? അത്തിപ്പറ്റ ഉസ്താദിന്റെ ശരീരത്തിലൂടെ ഒരു ഉറുമ്പ് കയറിപ്പോയപ്പോ അതിനെ എടുത്തിട്ട് കൂടെ ഉള്ള ആളിനോട് പറയാ, ഇത് ഞാൻ ഏതെങ്കിലും കറാമത്തില്ലാത്ത മായാവി കഥ തള്ളി മറിക്കുകയൊന്നുമല്ല, ഞാൻ കണ്ടോണ്ടിരുന്ന കാര്യമാണ്. കയ്യിലേക്ക് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ആളുകൾ നടക്കാത്തെടുത്ത് കൊണ്ടിടാൻ. കാരണം ആരെങ്കിലും നടന്നു പോകുമ്പോ ഉറുമ്പിനെ ചവിട്ടിക്കൊണ്ടുപോയാൽ ആ ഉറുമ്പിനെ കൊന്നതിന് സമാധാനം പറയണ്ടേ? അതുകൊണ്ട് ആരും നടക്കാത്തൊരു സ്ഥലത്ത് കൊണ്ടിടാൻ വേണ്ടി പറഞ്ഞിട്ട് മേലൂടെ ഓടിപ്പോയ ഉറുമ്പിനെ കയ്യിലേക്ക് എടുത്തിട്ട് അടുത്ത് നിൽക്കുന്ന ഖാദിമിന്റെ കയ്യിൽ കൊടുത്തു വിട്ട മഹാനായ വലിയന്റെ പേരാണ് മഹാനായ മുഹയ്യിസുന്ന ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ. വളാഞ്ചേരിയിൽ ഫത്ഹുൽ ഫത്താഹിന്റെ അകത്തളങ്ങളിൽ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട്. എന്തിനാ പ്രിയപ്പെട്ടവരെ? ഒരു മനുഷ്യനെ വേദനിപ്പിക്കരുത്, ഒരു കുഞ്ഞിനെ പോലും, ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുതെന്ന് പഠിപ്പിച്ച നബിതങ്ങൾ പറയാണ്, എടാ നീ എന്നെ നോക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കണ്ണു കുത്തിപ്പൊട്ടിച്ചേനെ എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ അവിടെ അത്രയും വയലന്റ് ആകാൻ കാരണം ഈ വിഷയം അത്രയും ഗൗരവമായത് കൊണ്ടാണ്. അതുകൊണ്ട് ഒളിഞ്ഞു നോട്ടങ്ങ് മാറ്റി വെച്ചേക്ക്.
മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ ഒളിഞ്ഞു നോക്കരുത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരും ഇനി നമ്മുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചെന്നിരിക്കട്ടെ. നമ്മുടെ ജോലി എന്താ? നമ്മുടെ ജോലി ഈ നാട് നന്നാക്കലാണ്. എന്നാ പോലും ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കാൻ പാടില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സഹാബാക്കളിലെ പ്രമുഖനാണ്. 10-മനാണ് സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരിൽ 10-മനാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളല്ലേ ഉമർ ബിൻ ഖത്താബ് തങ്ങളോടൊപ്പം ഇങ്ങനെ മദീനയുടെ തെരുവിലൂടെ നടന്നു പോകുന്നു. ഉമർ തങ്ങൾ ആരാണ്? അമീറുൽ മുഅ്മിനീനാണ്. പരിശുദ്ധമായ മദീനത്തിന്റെ ഭരണാധികാരിയാണ്. ഇസ്രയും കൈസറയും വിറപ്പിച്ച നേതാവാണ്. ശൈത്താൻ പോലും പേടിച്ച് റൂട്ട് മാറി പോകുന്ന ലോകത്തെ ഏറ്റവും വലിയ തൗഹീദിന്റെ നായക ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഒരു കാലഘട്ടത്തിൽ ഹംദമയുടെയും ഖത്താബിന്റെയും മകനായി ചെറിയ കാലഘട്ടത്തിൽ മലഞ്ചെരുവുകളിലൂടെ ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടന്ന് സിറിയയിലും യമനിലും പോയി പട്ടുവസ്ത്ര വ്യാപാരം നടത്തി ഉക്കാല ചന്തയുടെ മുതലാളിയായി മാറിയ ഒരു വേള മുത്തുനബിയെ കൊല്ലാൻ ഊരിപ്പിടിച്ച ഖഡ്ഗവുമായിട്ട് ഓടിച്ചെന്നിട്ട് അള്ളാന്റെ ഹബീബിന്റെ മുമ്പിലെത്തിയിട്ട് വാള് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്ന് ഇടയത്തിന്റെ ഉള്ളറകളിലേക്ക് തൗഹീദിന്റെ വെള്ളി വെളിച്ചം സ്വീകരിച്ചെടുത്ത് ആ വെള്ളി വെളിച്ചത്തിലൂടെ മഹാനായ ഉമർ തങ്ങൾ ആഗ്രഹിച്ചപ്പോൾ 15 താഴെ 10 മുകളിൽ ആയത്തല്ല ഇറക്കി കൊടുത്ത 10 മുകളിൽ 15ഓളം വരുന്ന ആയത്തുകൾ അല്ലാഹു ഉമർ തങ്ങളുടെ മനസ്സിന്റെ മോഹം പോലെ ഇറക്കി കൊടുത്ത രണ്ടാമത്തെ ഖലീഫ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. ഇസ്ലാമിൽ ഫാറൂഖ് എന്ന് 3 കാര്യങ്ങൾക്കേ പേരുള്ളൂ. ഉമർ തങ്ങളെ തിരിച്ചറിയണേ. 3 കാര്യങ്ങൾക്കേ ഫാറൂഖ് എന്ന് പറയുള്ളൂ. ഒന്ന് ഫാറൂഖ് എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചനം എന്നാണ്. ഒന്ന് ഖുർആനിന് പറയുന്ന പേരാണ് ഫുർഖാൻ. ഫുർഖാൻ എന്ന് പറഞ്ഞ ഫാറൂഖിന്റെ മറ്റൊരു പദമാണ്. എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും വേർതിരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഇനി മറ്റൊന്ന് ഇസ്ലാമിൽ ഉള്ളത് യൗമുൽ ഫുർഖാൻ, ബദർ ദിനമാണ്. ബദർ ദിനത്തിന്റെ 17ാമത്തെ രാവിലെ അസറിന് ശേഷം ബദരീങ്ങളായ 313 പേര് ധീരന്മാരായ വില്ലന്മാരായ സഹാബാക്കൾ 1000ഓളം വരുന്ന ശത്രുക്കളോട് പോരാടിയിട്ട് വിജയത്തിന്റെ വെന്നിക്കൊടി വികായസിൽ പാറിപ്പറപ്പറിച്ച ബദരീങ്ങളെ അവരെ പറ്റി പറയുന്ന ആ ദിവസത്തിന്റെ പേര് ഫുർഖാൻ എന്നാണ് ഫാറൂഖിന്റെ മറ്റൊരു പദം. എന്നാൽ മൂന്നാമതാകട്ടെ ഫാറൂഖ് എന്ന് ദീനിൽ പറയുന്നത് ഉമർ തങ്ങളെ പറ്റി മാത്രമാണ്. ഖുർആനിനെ പറ്റി പറഞ്ഞ പേര്, യൗമുൽ ബദറിനെ പറ്റി പറഞ്ഞ പേര് സഹാബാക്കളിൽ ഒരേ ഒരാൾക്കേ ഉള്ളൂ, അത് ഉമർ തങ്ങളാണ്. ആ ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ് സഹോദരങ്ങളെ. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഭരണാധികാരിയാണ്. ഒരാളും ചോദ്യം ചെയ്യില്ല, ഒരാൾക്കും അതിനുള്ള ധൈര്യമില്ല. ആ ഉമർ തങ്ങളും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളും കൂടി രാത്രി മദീന തെരുവിലൂടെ നടക്കുകയാ. ഉമർ തങ്ങൾക്ക് അങ്ങനെ ഒരു ജോലിയുണ്ട്. വേഷം മാറി രാത്രി നടക്കൂ. വോട്ട് പിടിക്കാനല്ല, ചാരായം വാറ്റാനല്ല. എന്തിനാ നടക്കുന്നതെന്നറിയോ? ഉമർ തങ്ങള് തന്റെ പ്രജകളുടെ ക്ഷാമക്ഷേമ അന്വേഷണങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് വെളിച്ചം കാണുന്നു. രാത്രി ഉറങ്ങാതെ ലൈറ്റിട്ട് പ്രകാശം അവിടെ വിളക്ക് കത്തിച്ച് വെച്ച് അതിനകത്ത് മദ്യപിച്ചിട്ട് ഇങ്ങനെ പാട്ടുപാടി ഉറങ്ങാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് അയൽക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുത്തനാണ്. അതിനടുത്തെത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു ഔഫിനോട് ചോദിച്ചു, ഇതാരുടെ വീടെന്നറിയോ? ഇല്ല. ആരുടെ വീടാ? അമീറുൽ മുഅ്മിനീൻ. അത് റബീഅത്ത് ബിൻ ഉമയ്യയുടെ വീടാണ്. റബീഅത്ത് ബിൻ ഉമയ്യ ഉറങ്ങാതെ വിളക്കും തെളിച്ചു വെച്ച് മദ്യപിച്ചിട്ട് പാട്ടുപാടുകയാണ്. ആ സമയത്ത് ഉമർ തങ്ങൾ ഇബ്നു ഔഫിനോട് ചോദിച്ചു, ഞാൻ പോയി പൊക്കട്ടെ? ആരാ? പട്ടാളക്കാരനല്ല, സർവ്വസൈന്യാധിപനല്ല, സാക്ഷാൽ പ്രധാനമന്ത്രിയും സാക്ഷാൽ ഭരണാധികാരിയും പ്രസിഡന്റുമായ ഉമർ തങ്ങൾ ചോദിക്കുന്നു, ഞാൻ ചെന്നിട്ട് പിടിച്ചോണ്ട് വരട്ടെ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഓ ഉമർ തങ്ങളെ, നഹാനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നമ്മളോട് നിരോധിച്ചിട്ടില്ലേ ഈ ചാരപ്പണി? അല്ലാഹുവിന്റെ മുത്ത് നിരോധിച്ചതല്ലേ? ഒരു
ഒരുത്തന്റെ സ്വകാര്യതയിൽ എന്തിനൊളിഞ്ഞു നോക്കണം? അവന്റെ വീട്ടിൽ എന്തോ ആകട്ടെ, നീ എന്തിനാണ് ക്യാമറ വെക്കുന്നത്? എന്തിനാണ് പിന്നാലെ പോകുന്നത്? അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു അമീറുൽ മോമിനീന്റെ കൈ പിടിച്ചിട്ട് അരുതേ എന്ന് പറഞ്ഞപ്പോ അനുസരണയുള്ള കുട്ടി വാപ്പാന്റെ കൈ പിടിച്ച് കുടിലേക്ക് പോകുമ്പോൾ ഇബ്നു ഔഫിന്റെ കൈ പിടിച്ചിട്ട് പാതിരാത്രിയുടെ നിശബ്ദതയിൽ മസ്ജിദുൻ നബവിയിലേക്ക് തിരിച്ചു വന്ന മഹാനായ ലീഡറെ, നേതാവ്, മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പേടിച്ചത് റസൂലുള്ളാഹിന്റെ വാക്കാണ്, ഖുർആന്റെ നിരോധനമാണ്. തജസ്സുസ് പാടില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും നമ്മൾ ആരിലേക്ക് നമ്മൾ എത്തി നോക്കണ്ട. ഒരു കാരണവശാലും ഒരാളുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ നോക്കണ്ട. ഇതാണ് ഖുർആൻ പറഞ്ഞ ഒരാളിലേക്കുള്ള എത്തി നോട്ടത്തിൽ ഒരു ഭാഗം, തജസ്സുസ്. ഇത് നിരോധിച്ചു. ഇനി മറ്റൊന്നുണ്ട്. അതേതെന്നറിയോ? അതിന് പറയുന്നത് ഒരു പുള്ളിയുടെ കുറവേ ഉള്ളൂ, തഹസ്സുസ്. ഒരാളുടെ സ്വകാര്യതയിലേക്ക് നോക്കാം. എങ്ങനെയെന്നറിയോ? അയാൾ എത്ര റക്അത്ത് നിസ്കരിക്കുന്നു? മുത്തഅല്ലിമീങ്ങൾ ഉസ്താദിനെ കണ്ടാണ് വളരുന്നത്. ഉസ്താദ് എത്ര മണിക്ക് എഴുന്നേക്കും? ഉസ്താദ് എത്ര പേജ് ഖുർആൻ ഓതും? എത്ര സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത് ഇസ്ലാമികമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. ഒന്ന് നന്നായിട്ട് കേട്ടോളി. ഞാൻ ചുരുങ്ങിയ വാക്കിൽ പറയാം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഖുർആൻ പഠിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഖുർആനുമായി നമുക്ക് ലയിച്ചു ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇനി രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുമ്പോ അത് അയാളിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമാണെങ്കിൽ അത് നല്ലതാണ്. ഖുർആൻ ഇത് പറഞ്ഞത് എപ്പോഴെന്നറിയോ? നമ്മൾ ഇങ്ങനെ അന്വേഷണ ത്വര, അത് ഖുർആൻ പറഞ്ഞത് സൂറത്ത് യൂസുഫിലാണ്. ഖുർആൻ പഠിക്ക്. അള്ളാഹു നമുക്ക് ഖുർആൻ പഠിക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഖുർആൻ മാത്രം മതി. ഇപ്പോ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. ഈ ലൈവ് പ്രഭാഷണങ്ങൾ എന്നുണ്ടായോ, ആ ലൈവ് ചില കാര്യങ്ങൾ നമ്മൾ ചിലത് പൊതിഞ്ഞ് പറയേണ്ടി വരും. ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എത്തപ്പെടുമ്പോഴാണ് നിരീശ്വരവാദികൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് അബദ്ധങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മൾ പരിശുദ്ധമായ ഖുർആനും പരിശുദ്ധമായ ഹദീസുകളും കൂടുതൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലം അത് ഈ കാലഘട്ടമാണ്. ഖുർആനിൽ നമുക്ക് ആഴത്തിലുള്ള ഒരു പഠനം അനിവാര്യമാണ്. അതിന് എങ്ങനെയൊക്കെ നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് ഖുർആൻ പഠിക്കാൻ കഴിയുമോ നമ്മളത് മുതലാക്കണം. കാരണം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കാറ്റിൽ പറത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സൂറത്ത് യൂസുഫ്, ഞാൻ ഒരൊറ്റ കാര്യം അതിന്റെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞോട്ടെ. സൂറത്ത് യൂസുഫ് അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അംബിയ, ഖസസ്, ആലു ഇമ്രാൻ, അങ്ങനെ വ്യത്യസ്തമായ അധ്യായങ്ങളിലാണ് നബിമാരുടെ ചരിത്രങ്ങൾ കിടക്കുന്നത്. പക്ഷെ സൂറത്ത് യൂസുഫിന്റെ പ്രത്യേകത എന്തെന്നറിയോ? യൂസുഫ് നബിയുടെ ചരിത്രം ഒരൊറ്റ അധ്യായത്തിൽ അല്ലാഹു തആല പറഞ്ഞു. ഇവർക്ക് ചായ വല്ല കൊടുക്കുന്നുണ്ടോ? പായസം കൊടുത്താ? ഇതിനകത്ത് കൊടുത്തോ? ഇനി ഒരു ആകെ നമുക്കൊരു 3/4 മണിക്കൂറേ ഉള്ളൂ. നന്നായിട്ടൊന്ന് കേട്ടോളി. കാരണം വലിയ ത്യാഗമാണ് പ്രസംഗം. പ്രസവത്തെക്കാൾ ബുദ്ധിമുട്ടാണ് പ്രസംഗം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും നല്ല സുഖമാണ്. ലേബർ റൂമിൽ പ്രസവ വേദന എടുക്കുന്ന ഒരു പെണ്ണിനെ ആ പ്രതീതിയാണ് പ്രസംഗിക്കുന്ന ആള്. അപ്പം നിങ്ങളുടെ അവസ്ഥയോ? ലേബർ റൂമിന്റെ പുറത്ത് നിൽക്കുന്ന ഭർത്താവിന്റെ അവസ്ഥയാണ്. എന്താണ്? ടെൻഷനും ഒരു വെപ്രാളവും. അത് ഞാൻ കാണുന്നുണ്ട് ചിലരിൽ. എങ്ങനെയെന്നറിയോ? ചിലർക്ക് ബോക്സിന്റെ ശബ്ദം പിടിക്കൂല. പക്ഷെ നമുക്ക് നിവൃത്തിയില്ല. നമ്മളിപ്പോൾ ദൂരോട്ട് മാറിയെന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന മൈക്ക് സെറ്റുകാരന് ഞാനും പിന്നെ 2-3 സംഘാടകരും മാത്രമേ ഉണ്ടാവും. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രസംഗിക്കാൻ ഇച്ചിരി പിന്നില. നാവിൻ്റെ ഒരു കെട്ട് അദ്ദേഹത്തിന് വലിയൊരു തടസ്സമായിട്ട് വന്നു. അങ്ങനെ ഫിർഔന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചപ്പോൾ മൂസാ നബി പറഞ്ഞു,
എൻ്റെ നാവിൽ കെട്ടുണ്ടല്ലോ പടച്ചോനെ, പ്രസംഗിക്കാൻ ഞാൻ ഇച്ചിരി പിന്നില്ല, അതുകൊണ്ട് എൻ്റെ സഹോദരൻ ഹാറൂൻ നല്ല പ്രസംഗിക്കും, കൂടെ വിട്ടു തരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഹാറൂൻ നബിയെ കൂടെ വിട്ടത്. ഞാൻ ആ ഖബർ കണ്ടു. അള്ളാഹു അവരുടെ ഗുരുത്വപുരുത്വം നമുക്ക് തരട്ടെ. ഹാറൂൻ നബി അലൈഹിസ്സലാമും മൂസാ നബിയും കൂടി നേരെ ഫിർഔന്റെ കൊട്ടാരത്തിൽ പോയിട്ടാണ് പ്രസംഗിച്ചത്. പ്രഭാഷണം ദീനിന് വലിയ മുതൽക്കൂട്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഒരു ഗുണം എനിക്കുണ്ട്, ഇതിന്റെ സംഘാടകർക്കുണ്ട്. ഒരുപാട് ത്യാഗപ്പെട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇവിടെയൊക്കെ വാഴയും അല്ലേ എന്തൊക്കെയായിരുന്നു, വാഴയും പല സാധനങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ നോക്കിയ ഒരു നല്ലൊരു ഓഡിറ്റോറിയത്തിന്റെ ലുക്ക്. ഇങ്ങനെ ആവണമെങ്കിൽ എന്തുമാത്രം ഈ പണിപ്പെട്ടിട്ടുണ്ടാവണം, എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകണം. അപ്പോ അത്രയും വലിയ ത്യാഗം അവരും ചെയ്തു. നിങ്ങളോ എന്തെല്ലാം പണിയുള്ളതാ നാളെ? ഇപ്പൊ നിങ്ങൾക്ക് എന്തെല്ലാം പണിയുണ്ട്? ഈ വിശ്വാസികളായ നിങ്ങൾ ഇവിടെ വന്നില്ല എങ്കിൽ ആരെങ്കിലും നിങ്ങളെ മഹല്ലിൽ നിന്ന് പുറത്താക്കുവോ? നിങ്ങൾക്ക് എന്തെങ്കിലും നടപടി ഉണ്ടാവും? ഒന്നുമില്ല. പിന്നെ നിങ്ങൾ വന്നതോ നിങ്ങളെ മഹലു ഫളില, നിങ്ങളുടെ ഔദാര്യമാണ് നിങ്ങൾ ഈ വന്നത്. അള്ളാഹു നിങ്ങളുടെ കൽബിൽ പോണമെന്ന് തോന്നൽ തന്നു. ഈ മജ്ലിസുൽ ഇൽമിൽ വന്നിരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് തന്നു. അങ്ങനെ നിങ്ങൾ വന്നു. ഈ പരിപാടി വിജയിച്ചു. വേറെ കളക്ഷനോ പിരിവോ ഒന്നുമില്ല. അൽഹംദുലില്ലാ. നല്ല സംഘാടകര്, നല്ല പ്രവർത്തകര്, നല്ല സദസ്സ്, നല്ല പിന്നെ കേൾവിക്കാര്, നല്ല മൈക്ക്, എല്ലാം നല്ല റാഹത്താണ്. ഇനി ഒരു 3/4 മണിക്കൂറോടെ നിങ്ങൾ സഹകരിക്കും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂസുഫ് നബിയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല, വേറെ ഒരു പ്രവാചകന്മാരുടെ ചരിത്രം പോലെയല്ല. യൂസുഫ് നബിയുടെ ജനനം മുതൽ യൂസുഫ് നബിയുടെ മരണം വരെ തർത്തീബായിട്ട് അള്ളാഹു പറഞ്ഞത് സൂറത്ത് യൂസുഫിലാണ്. തീരുന്നില്ല. ഈ സൂറത്ത് യൂസുഫിനെ പറ്റി അള്ളാഹു പറഞ്ഞത് അഹ്സനുൽ ഖസസ് എന്നാണ്, ഏറ്റവും നല്ല ചരിത്രം എന്നാണ്. ഈ സൂറത്ത് യൂസുഫിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കറിയോ, മൊറോക്കയില് ഒരു കടലിന്റെ അടുത്ത് കരയിലൂടെ എങ്ങനെ ഒരാൾ നടക്കുകയാണ്. ആരാ നടക്കുന്നതെന്നറിയോ? മാസാമാസം ലക്ഷക്കണക്കിന് ഡോളറുകൾ ശമ്പളം വാങ്ങിയിരുന്ന യൂറോപ്പ് പോപ്പ് സംഗീതത്തിന്റെ കുലപതി ക്യാറ്റ് സീവൻ ആരാണ്? യൂറോപ്പിലെ പോപ്പ് സംഗീതത്തിന്റെ കുലപതിയാണ്. മാസാമാസം ലക്ഷക്കണക്കിന് ഡോളറുകൾ ശമ്പളം പറ്റിയിരുന്ന ഏറ്റവും വലിയ സമ്പന്നതയുടെ, ഏറ്റവും വലിയ സംഗീത ലോകത്തിന്റെ രാജകുമാരനായി അറിയപ്പെട്ടിരുന്ന ക്യാറ്റ് സീവൻ മൊറോക്കയിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് പള്ളിയിലെ ബാങ്ക് കേട്ടത്. ആ പള്ളിയിലെ ബാങ്ക് കേട്ട് അദ്ദേഹം ഇങ്ങനെ നിന്നു. ഈ കേട്ടിട്ട് അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു, പടച്ചോനെ, ദൈവമേ, ഇതെന്തൊരു സംഗീതമാണ്, ഇതെന്തൊരു സംഗീതമാണ്. ചില പള്ളികളിലെ ബാങ്ക് കേട്ടാൽ നമ്മൾ അറിയാതെ അങ്ങ് ലയിച്ചു പോകും. നല്ല മുഅദ്ദിന്മാരെ കൊണ്ട് ബാങ്ക് വിളിപ്പിക്കണം. പള്ളി കയറാത്തവനും ബാങ്ക് കേട്ട അറിയാതെ പള്ളിയിലേക്ക് വരണം. എന്തേ ബിലാൽ തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് വിളിക്കാൻ ഏൽപ്പിച്ചത്? ആ ബാങ്ക് കേട്ട ലയിച്ചു പോകും. മൊറോക്കയുടെ പള്ളിയിൽ നിന്ന്, മിനാരത്തിൽ നിന്ന് ബാങ്ക് കേട്ടപ്പോൾ ഈ കേൾക്കുന്ന ബാങ്ക് സംഗീതത്തിന്റെ ഏറ്റവും വലിയ വാചകങ്ങളാണെന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ചു. ക്യാറ്റ് സീവൻ അങ്ങനെ ഫാത്തിഹ പഠിച്ചു, ബക്കറ പഠിച്ചു, ആലു ഇമ്രാൻ പഠിച്ചു, നിസാവ് പഠിച്ചു, മാഇദ പഠിച്ചു, അൻആം പഠിച്ചു, അറാഫ് പഠിച്ചു, അൻഫാൽ പഠിച്ചു, തൗബ പഠിച്ചു, യൂനുസ് പഠിച്ചു, ഹൂദ് പഠിച്ചു. അവസാന യൂസുഫ് എന്ന അധ്യായത്തിലെത്തി. യൂസുഫ് എന്ന അധ്യായം ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ അടിമച്ചന്തയിലെ വിൽപ്പന ചരക്കായിരുന്ന യൂസുഫ് നബിയുടെ കഥ കേട്ടിട്ട് ഞാനും ഇന്നലെ വരെ യൂറോപ്പിലെ പോപ്പ് സംഗീതത്തിന്റെ അടിമച്ചന്തയിലെ ചരക്കായിരുന്നല്ലോ ഞാനും, എനിക്ക് മാറണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ക്യാറ്റ് സീവൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വിശുദ്ധമായ കലിമ ചൊല്ലിയിട്ട് മുസ്ലിമായിട്ട് അദ്ദേഹം പേര് സ്വീകരിച്ചത് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പേര് മുഹമ്മദ് എന്നായിരുന്നില്ല. മറിച്ച് അദ്ദേഹം ക്യാറ്റ് സീവൻ എന്നുള്ള പേരങ്ങ് മാറ്റിക്കിട്ട് അദ്ദേഹം സ്വീകരിച്ച പേര് യൂസുഫുൽ ഇസ്ലാം. എന്താണെന്നറിയോ? യൂസുഫ് നബിയുടെ ചരിത്രം ഭയങ്കര രസമാണ്. നമുക്ക് യൂസുഫിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ സലീഹായും യൂസുഫ് നബിയും തമ്മിലുള്ള ആ വീട്ടിനകത്ത് നടന്ന കാര്യം മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. അതൊന്നുമല്ല. യൂസുഫ് നബി ജയിലിൽ കിടക്കുമ്പോൾ യൂസുഫ് നബിയെ പറ്റിയിട്ട് സഹതടവുകാർ പറഞ്ഞത് ഇന്നക മിനൽ മുഹ്സിനീൻ, നിങ്ങൾ നല്ല ആളാ. ഇതേ വാക്ക് തന്നെ അധികാരത്തിൽ യൂസുഫ് നബി എത്തുമ്പോൾ ജനങ്ങൾ പറഞ്ഞു ഇന്നക മിനൽ മുഹ്സിനീൻ, നിങ്ങൾ നല്ല ആളാ.
ജയിലിൽ കിടക്കുമ്പോഴും പറഞ്ഞ വാക്കൊന്ന്, അധികാരത്തിരിക്കുമ്പോഴും പറഞ്ഞ വാക്കൊന്ന്. നമ്മൾ ഏത് കുപ്പത്തൊട്ടി കൊണ്ടിട്ടാലും, നമ്മളെ ഏറെ ജയിലിൽ കൊണ്ടിട്ടാലും, നമ്മൾ ഏറെ ചാണകക്കുഴിയിലിടങ്ങി കിടന്നാലും, നമ്മൾ പള്ളിക്കകത്തിരുന്നാലും, നമ്മൾ ഇന്ദ്രപ്രസ്ഥത്തിലാണെങ്കിലും, നമ്മൾ അധികാര കസേരയിലാണെങ്കിലും, നമ്മൾ തൊഴിലാളിയാണെങ്കിലും മുതലാളിയാണെങ്കിലും, നമുക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ, മുഹസിൻ, ഗുണം ചെയ്യുന്നവൻ. അങ്ങനെ ആകണം. പറഞ്ഞാൽ അങ്ങനെ കയറിപ്പോകും. പോട്ടെ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാനില്ലല്ലോ. വാപ്പ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമോന്റെ അഭാവത്തിൽ കരഞ്ഞ് 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 കണ്ണിന്റെ കൃഷ്ണമണി വെളുത്തുപോയി. വാപ്പയുടെ കാഴ്ച നഷ്ടപ്പെടുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ടിട്ട് 50 വർഷമായിരിക്കുകയാണ്. 50 വർഷം കഴിഞ്ഞു, 5 പതിറ്റാണ്ട് കഴിഞ്ഞു. യാക്കൂബ് എന്ന വാപ്പാക്ക് യൂസുഫ് എന്ന മോൻ നഷ്ടപ്പെട്ടിട്ട് 50 വർഷമാണ്. തന്റെ പൊന്നുമക്കളെ വിളിച്ചിട്ട് പറഞ്ഞത്, യാ ബനിയ ഇദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി വലാ തയഅസൂ മിൻ റൗഹില്ലാഹ്. എന്റെ പൊന്നുമക്കളെ, ചെന്ന് നിങ്ങൾ യൂസുഫിനെ ഒന്ന് നോക്കിയിട്ട് വരുവോ, അവന്റെ അനുജന ബിന്യാമീനെയും കണ്ടെത്തി വരുവോ. 50 വർഷങ്ങൾ കഴിഞ്ഞിട്ട് യൂസുഫ് നബിയെ നോക്കാൻ തന്റെ മക്കളോട് പറഞ്ഞ വാപ്പയുടെ കൽബിന്റെ ഉള്ളിൽ തന്റെ യൂസുഫിനെ പറ്റി ഒന്ന് അന്വേഷണം നടത്തണമെന്ന അന്വേഷണത്തിന്റെ ത്വര അത് മക്കളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ യാക്കൂബ് നബി അലൈഹിസ്സലാം നിക്ഷേപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നിടത്താണ് തഹസ്സുസ് എന്ന വാക്കുണ്ടായത്. ഒരാളെ പറ്റി നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി ഏത് ലോകത്ത് സഞ്ചരിക്കാം. ഒരു പ്രിയപ്പെട്ട മകളുടെ കല്യാണം നടക്കണം. ഈ പറയപ്പെടുന്ന ചെമ്മാട്ടത്തെ ഏതോ ഒരു വീട്ടിലാണ് പുതിയാപ്പിളയുള്ളത്. എന്റെ പെങ്ങളാണ്, തിരുവനന്തപുരത്താണ്. ആ പെങ്ങളെ കല്യാണം കഴിക്കാൻ വരുന്നത് മലപ്പുറം ജില്ലക്കാരനായ ചെമ്മാട്ടുകാരനാണ്. ഈ പ്രദേശത്ത് വന്നിട്ട് എനിക്ക് ചോദിക്കാം, ഇന്ന ആള് എങ്ങനെ ഉണ്ട്? അപ്പൊ അയാളുടെ സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമല്ലേ? അല്ല, ഇവിടെ അയാളെ പറ്റി അന്വേഷണമാണ്. ഇത് യൂസുഫ് നബിയെ പറ്റിയിട്ട് യാക്കൂബ് നബി എന്ന വാപ്പ തന്റെ സഹോദരങ്ങളോട് പറഞ്ഞ കാര്യമാണ്. തീരുന്നില്ല സഹോദരങ്ങളെ. മുസ്തലിക്ക് യുദ്ധം നടക്കുകയാ. മുസ്തലിക്ക് ഗോത്രം ഇസ്ലാം സ്വീകരിച്ചു. ചിന്തിക്കണം, മുസ്തലിക്ക് ഗോത്രം ഇസ്ലാം സ്വീകരിക്കുകയാണ്. ആ മുസ്തലിക്ക് ഗോത്രം ഇസ്ലാം സ്വീകരിച്ചു വന്നു. അവസാനം നബിതങ്ങൾ പറഞ്ഞു, സക്കാത്ത് വാങ്ങി വരണം അവരിൽ നിന്ന്. അങ്ങനെ സക്കാത്ത് വാങ്ങാൻ വേണ്ടി നിയോഗിച്ചത് വലീദ് ഇബ്നു ഉഖബയാണ്. അയാള് പാതി വഴിയിൽ ചെന്നിട്ട് തിരിച്ചു വന്നു. മദീനയിൽ മുസ്തലിക്ക് ഗോത്രം ഇസ്ലാം സ്വീകരിച്ചപ്പോ അവരിൽ നിന്ന് സക്കാത്തിന്റെ മുതൽ വാങ്ങാൻ വലീദ് ഇബ്നു ഉഖബയെ നബിതങ്ങൾ നിയോഗിച്ചു. ഇയാള് സക്കാത്ത് വാങ്ങാൻ അവിടെ പോയില്ല എന്ന് മാത്രമല്ല, തിരിച്ചു മദീനയിൽ വന്നിട്ട് നബിതങ്ങളെടുത്ത് പറഞ്ഞു, നബിയെ, ഞാൻ പോയി, അവര് തന്നില്ല എന്ന് മാത്രമല്ല, എന്നെ അവിടെ അടിച്ചു, ഇവിടെ തല്ലി, ഇവിടെ കൈയും കാലിലും അടിച്ചു, എന്റെ ശരീരത്ത് ഒരുപാട് ഇടികൾ കിട്ടി, എന്നെ തെറി വിളിച്ചു, എന്നെ ആക്ഷേപിച്ചു, എന്നെ ആട്ടി ഓടിച്ചു നബിയെ. അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് പോകൂല. പച്ച കള്ള അങ്ങോട്ട് വിളമ്പി. ആരായി വിളമ്പിയത്? വലീദ് ഇബ്നു ഉഖബ. ആരെടുത്തായി പറയുന്ന മുത്ത് നബിയോട് പറയാ, ഞാൻ പൈസ സക്കാത്തിന്റെ കാശ് വാങ്ങാൻ ചെന്നപ്പോ എന്നെ ആട്ടി ഓടിച്ചു നബിയെ, തന്നില്ല മുസ്തലിക്ക് ഗോത്രം. മുസ്തലിക്ക് ഗോത്രം മുസ്ലിമീങ്ങളായവരാണ്. അവസാനം അള്ളാന്റെ റസൂല് കാര്യം തീരുമാനിച്ചു. സഹാബാക്കടുത്ത് പറഞ്ഞു, സക്കാത്ത് നിഷേധിച്ചവരോട് നമുക്ക് സമരം ചെയ്യണം, അതുകൊണ്ട് വരൂ, നമുക്ക് പോകാം. ഈ വിവരം അറിഞ്ഞിട്ട് മുസ്തലിക്ക് ഗോത്രത്തിന്റെ നേതാവ് വന്നു. ആരായി നേതാവെന്നറിയോ? നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ജുവൈരിയ റളിയല്ലാഹു തആല അൻഹയുടെ വാപ്പ ഹാരിസ് ബിൻ ളിറാറാൻ. അദ്ദേഹമാണ് ആ മുസ്തലിക്കിന്റെ നേതാവ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നബിയേ, ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ വലീദ് ഇബ്നു ഉഖബ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുമില്ല, ഞങ്ങൾ സക്കാത്ത് നിഷേധിച്ചിട്ടുമില്ല. ഞങ്ങൾ അങ്ങ് പറയുന്നത് അക്ഷരം പ്രതി അനുധാവനം ചെയ്യാൻ തയ്യാറായി മുസ്ലിമീങ്ങളായവരാണ്, ഞങ്ങളെ സംശയിക്കരുത്. ഒരു യുദ്ധം അവിടെ അവസാനിച്ചു. ഇതെന്തിനാ പറഞ്ഞെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, സൂറത്തുൽ ഹുജറാത്തിൽ തന്നെ. എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഅ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. ഈ
ആയത്തിറങ്ങാ കാരണം ഈ സംഭവമാണെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. എന്താ അല്ലാഹ് പറഞ്ഞതെന്നറിയോ? വിശ്വാസികളെ, ഇൻജാഅക്കും ഫാസിഖും ബിനബ, ഏതെങ്കിലും ഒരു പമ്പര വിഡ്ഢി, ഒരു വിവരം കെട്ടവൻ ഏതെങ്കിലും ഒരു ദുഷ്ടവാർത്തയുമായി നിങ്ങളെ മുന്നിലെത്തുമ്പോ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങൾ അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരും. രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഒരാളെ പറ്റി അന്വേഷണത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ആരോട് വേണോ ചോദിക്കാം, നമുക്ക് എന്തെങ്കിലും ഭാവിയിൽ അയാളെ കൊണ്ട് ഉപകാരമുണ്ടെങ്കിൽ. ഏതുപോലെ യൂസുഫ് നബിയെ പറ്റി അന്വേഷിക്കാൻ മക്കളെ യാക്കൂബ് നബി വിട്ടതുപോലെ. രണ്ടാമത് ഈ പറഞ്ഞ ആയത്ത് എന്താ പറയുന്നതെന്നറിയോ? ആരെങ്കിലും ഒരാളൊരു വാർത്ത ചമച്ചു. നിങ്ങൾ നോക്ക്, സോഷ്യൽ മീഡിയ തുറന്നാൽ കള്ളത്തരങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല, ഒന്നും ഉണ്ടാവൂല. നമ്മൾ വായിക്കുന്ന വാർത്തകളെല്ലാം ശരിയാണെന്ന് ധരിക്കരുത് നിങ്ങൾ. നേരം വെളുത്ത് ചായ സുബഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ അകത്തുനിന്ന് പുറത്തോട്ട് വന്ന് ചായക്കട കയറിയിരിക്കുമ്പോൾ പത്രം കിടക്കുക. മുത്തശ്ശി പത്രം എടുത്തിങ്ങനെ നോക്കുമ്പോ പോക്സോ കേസിൽ മദ്രസാധ്യാപകൻ അറസ്റ്റിൽ. നമ്മൾ പറയും, യവനൊക്കെ എന്തിന്റെ സോക്കേടാ? ദീനും പഠിച്ചിട്ട് തലയിലും കെട്ടിയിട്ട് കൊച്ചുപിള്ളരെ അവൻ അവിടെ നുള്ളി ഇവിടെ ചേർത്ത് പിടിച്ച് പീഡിപ്പിച്ചു. പൊന്നു സഹോദരങ്ങളെ, ഞാൻ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു, ഖുർആനും കയ്യിലേന്തിയിട്ട് നേരം വെളുക്കുമ്പോ മദ്രസയിൽ ഉസ്താദിന്റെ മുന്നിൽ ഗുരുമുഖത്ത് നിന്ന് അറിവ് പഠിക്കാൻ വേണ്ടി വരുന്ന പിഞ്ചു പൈതങ്ങളോട് ഏതെങ്കിലും ലൈംഗിക ചുവയുള്ള സംസാരിക്കുന്ന ഇടപെടുന്ന മദ്രസാധ്യാപകരെ മറ്റുള്ളവനേക്കാൾ ഡബിൾ ശിക്ഷ കൊടുത്ത് ശിക്ഷിക്കണമെന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇങ്ങനെ വരുന്ന വാർത്തകളെ നമ്മൾ അതിന്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോ പടച്ചവനെ നമ്മൾ ഞെട്ടിപ്പോകും. ഉസ്താദ് കോഴി ഇറക്കാൻ പറഞ്ഞപ്പോ അറുത്തു കൊടുത്തില്ല, നേർച്ചയ്ക്ക് വിളിച്ചപ്പോ വന്നില്ല, ഒന്ന് ദ്വാരക്കാൻ വിളിച്ചപ്പോ വന്നില്ല, കമ്മിറ്റിക്കാരോട് ചൊറുക്കുണ്ട്, നാട്ടുകാർക്ക് ഇപ്പോഴത്തെ കമ്മിറ്റിയോട് വല്ലാത്ത അനിഷ്ടമുണ്ട്. അങ്ങനെ വരുമ്പോ എന്താ ഒരു മാർഗം? മൊയ്ലിയാരെ നമുക്ക് അകത്താക്കാം. ദേശീയ അങ്ങനെ തീർക്കണമല്ലോ, സാധാരണ അങ്ങനെയാണ്. ആർക്കെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും തീർക്കുന്നത് പള്ളിയിലെ മൊയ്ലിയാരല്ല. നമ്മുടെ ജീവിതം, എന്റെ അറിവിൽ എത്ര പേരിപ്പോ പോക്സോ പ്രകാരം ജയിലിലാണെന്നറിയോ? കോടതികൾക്ക് വാദി, അവർക്ക് സാക്ഷി, അത് കോടതിയുടെ നിയമമാണ്. നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല. പക്ഷേ എത്രയോ ആളുകൾ ഈ കമ്മിറ്റിക്കാരുടെ ചൊറുക്കിന്റെ പേരിൽ പാവപ്പെട്ട മുസ്ലിയാക്കന്മാർ അകത്ത് കിടക്കുന്നുണ്ടെന്നറിയോ? ഒരു പാവപ്പെട്ട മുസ്ലിയാർ ഇപ്പോഴും അകത്താ. അദ്ദേഹത്തിന്റെ ഒരു തെറ്റും ചെയ്തില്ല. കമ്മിറ്റി ഈ പ്രശ്നം ഉണ്ടായി അദ്ദേഹത്തിനെ പിടിച്ച് അകത്തിട്ടപ്പോഴേ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ ബാപ്പാടത്ത് എന്ന് ചോദിച്ചു, അല്ല ഇതിൽ വല്ല യാഥാർത്ഥ്യം ഉണ്ടോ? ഒന്നുമില്ല. പിന്നെന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്തത്? പെട്ടുപോയി. ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ അങ്ങ് ചെയ്തു പോയി. ഉസ്താദിന് എത്ര വർഷം? 58 വർഷം കഠിന തടവ്. നാളെ റബ്ബിന്റെ മുമ്പിൽ കയ്യും കെട്ടി പറയുമടാ സമാധാനം. അള്ളാന്റെ മുമ്പിൽ കയ്യും കെട്ടി സമാധാനം. സ്വന്തം മകളെ വെച്ചിട്ട് പള്ളിയിലെ ഉസ്താദിനെ മോശമാക്കിയവനെ അള്ളാഹു വിടില്ല. നീ വീട്ടിനകത്തിരുന്നാ മതി, നീ നാറി ആളുകളുടെ മുമ്പിൽ നാറിയിട്ടല്ലാതെ മരിക്കൂല. ഇതെന്റെ വാക്കല്ല, അഷ്റഫുൽ ഖൽഖിന്റെ വാക്കാണ്. അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വാർത്തകൾ വായിക്കുന്നത്. ഞാൻ ഒരു ചെറിയ സിമ്പിളായ കാര്യം പറഞ്ഞുതരാം. ന്യൂയോർക്ക് പാർക്കിൽ, പണ്ടത്തെ വാർത്തയാണ്, ന്യൂയോർക്ക് പാർക്കിൽ ഒരു സായാഹ്ന സമയത്ത് ഒരു പട്ടിക്കുട്ടിയെ കടിച്ച്. അങ്ങനെ ന്യൂയോർക്കിലാണ്. അങ്ങനെ ഓടി ആളുകൾ വന്നു, ആർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കുട്ടി പട്ടിയുടെ വായിരിക്കുകയാണ്. ആ സമയത്ത് പട്ടാളക്കാർക്ക് വെടിവെക്കാൻ പറ്റില്ല, കാരണം കുട്ടിയുടെ പുറത്താണോ പട്ടിയുടെ പുറത്താണോ കൊള്ളുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് മണിക്കൂറുകളോളം മൽപ്പിടുത്തം നടത്തിയിട്ട് പട്ടിയുടെ വായിൽ നിന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തി. പത്രക്കാർ ഓടി വന്നു. ധീരനായ ഒരു അമേരിക്കക്കാരൻ രക്ഷപ്പെടുത്തിയെന്ന് കൊടുക്കട്ടെ? വേണ്ട, ഞാൻ അമേരിക്കക്കാരനല്ല. ന്യൂയോർക്കുകാരൻ എന്ന് കൊടുക്കട്ടെ? ഞാൻ ന്യൂയോർക്കുകാരനല്ല. അപ്പൊ പത്രക്കാർ ചോദിച്ചു, അല്ല പിന്നെ നിങ്ങളാരാ? ഞാനൊരു പാകിസ്ഥാനിയാണ്, മുസ്ലിമാണ്. പത്രക്കാർ അവിടെ നിന്ന് പോയി. നേരം വെളുത്ത് പത്രത്തിൽ വെണ്ടയ്ക്ക നിരത്തി വാർത്ത വന്നു, ഒരു മുസ്ലിം കൊടും ഭീകരൻ പാർക്കിൽ പട്ടിയെ കഴുത്തു ഞെരിച്ചു കൊന്നു. ഇതാണ് വാർത്ത. ഇതാണിപ്പോ നടക്കുന്നത്. നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാം, എന്ത് വേണോ പറയാം.
ഇതാണ് നടക്കുന്നത്. സത്യസന്ധമായി വാർത്തകൾ നമ്മൾ അതിന്റെ എത്ര സംഭവങ്ങൾ ഇങ്ങനെ വാർത്ത വായിച്ചിട്ട് ഇതിന്റെ ഓഫീസിലേക്ക് വിളിക്കും, അല്ല ബ്യൂറോയിലേക്ക് വിളിക്കും. നിങ്ങളാ കൊടുത്ത വാർത്ത ശരിയാണോ? ഫോണം കട്ടായി കളയാ. ഇവനൊക്കെ വിറ്റഴിക്കണം എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. പാവം സലീം കുമാർ നടനാണ്, ഹാസ്യ നടനാണ്. ഇയാളെ എത്ര തവണ കൊന്നെന്നറിയോ? എത്ര തവണ പത്രക്കാർ സോഷ്യൽ മീഡിയയിൽ അയാളെ കൊന്നു. സലീം കുമാർ മരിച്ചു. ഇതൊക്കെയാണ് വാർത്തകളെല്ലാം. വിശ്വസിക്കരുത്. ഒരു വാർത്ത ആരെങ്കിലും വന്ന് പറഞ്ഞാൽ, ഒരാളെ പറ്റി ഒരു കള്ള വാർത്ത വന്ന് പറഞ്ഞ, എന്തോ ആവട്ടെ, ഒരു വാർത്ത വന്ന് പറഞ്ഞാൽ ഫതബയ്യനൂ, അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ വേണ്ടി പോകണം. അത് നന്മയുടെ ഭാഗമാണ്. സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് ഒരാളെ പറ്റി നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഉപകാരമുണ്ടെങ്കിൽ, മകളെ കല്യാണം കഴിച്ചയക്കാനാണെങ്കിൽ, മറ്റേതെങ്കിലും നന്മയായ വിഷയമാണെങ്കിൽ അയാളെ പറ്റി അന്വേഷിക്കുന്നത് നന്മയുടെ ഭാഗമാണ്, തഹസ്സുസാണ്. അതേപോലെ തന്നെ ഒരു വാർത്ത വന്നാൽ, ഒരു വ്യാജ വാർത്ത വന്നാൽ, ആ വ്യാജ വാർത്തയെ പറ്റി അന്വേഷണം നടത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പക തീർത്തുകൊണ്ട് മുസ്തലിഖ് ഗോത്രത്തോട് അല്ലാഹുവിന്റെ റസൂൽ യുദ്ധം ചെയ്യാൻ പോയെങ്കിലോ, പക്ഷേ വലീദ് ബിൻ ഉഖബ കള്ളപ്പരമാണ് പറഞ്ഞതെന്ന് ഹാരിസ് ബിൻ ളിറാർ എന്ന ജുവൈരിയ തങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പ വന്ന് പറഞ്ഞപ്പോഴല്ലേ ഈ ആയത്തിറങ്ങുന്നത്. അതുകൊണ്ട് അന്വേഷണം, രണ്ടാമത് അല്ലാഹു പറഞ്ഞ തഹസ്സുസിന്റെ പ്രത്യേകത, ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതും നന്മയാഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ സഹാബാക്കൾ റസൂലുള്ളാഹിന്റെ പൂമുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു, സഹാബാ, ഇനി ഈ പള്ളിയിലേക്ക് ആദ്യം കടന്നു വരുന്നയാൾ സ്വർഗാവകാശിയാ. എല്ലാവരും ഇങ്ങനെ കാത്തിരുന്നു, ആർക്കാ ഭാഗ്യം ലഭിക്കുന്നത്, ആരാണ് ആ ഭാഗ്യവാനെന്ന് നോക്കിയിരിക്കുമ്പോ ഒരു പാവപ്പെട്ട സഹാബി ഒളിവെടുത്തിട്ട് ദാടിയിലൂടെ വെള്ളത്തിന്റെ തുള്ളി ഇറ്റിറ്റു വീഴുകയാണ്. കയ്യിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പം എടുത്തുകൊണ്ട് മദീനയിലെ മസ്ജിദുൻ നബവിയിലേക്ക് കയറി വരികയാണ്. എല്ലാവരും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, എത്ര ഭാഗ്യവാനാ. രണ്ടാമത്തെ ദിവസം നേരം വെളുത്തപ്പോൾ റസൂലുള്ളാഹി സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തേ, ഈ മജ്ലിസിലേക്ക് ആദ്യം വരുന്നയാൾ സ്വർഗാവകാശിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്നലെ വന്ന അതേ സ്വഹാബി തന്നെ ഇന്നും വന്നു. മൂന്നാമത്തെ ദിവസവും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മജ്ലിസിൽ ആദ്യം വരുന്നയാൾ സ്വർഗാവകാശിയാണ്. വന്നയാൾ 2 ദിവസം വന്ന സഹാബി തന്നെ. മുത്തുനബി പറഞ്ഞപ്പോൾ സഹാബത്തിന് അത്ഭുതമായി. അതിൽ ഒരു സഹാബി തീരുമാനിച്ചു, എന്താ ഇദ്ദേഹത്തിന് ഇത്ര പ്രത്യേകത, നമ്മളെക്കാൾ എന്തായാലും അന്വേഷിക്കുക തന്നെ. ആ സഹാബി ഈ പറയപ്പെട്ട സ്വർഗാവകാശി എന്ന് 3 വട്ടം പറഞ്ഞപ്പോൾ കടന്നു വന്ന സഹാബിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ഇരുന്ന് ഒരു അതിഥിയായി കഴിഞ്ഞു. അദ്ദേഹത്തിനോടൊപ്പം അതിഥിയായിട്ട് 3 ദിവസം കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രി എഴുന്നേൽക്കുമ്പോ ഒളിഞ്ഞിങ്ങനെ നോക്കാൻ തുടങ്ങി, ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്നറിയാൻ. കാരണം 3 പ്രാവശ്യവും മസ്ജിദുൻ നബവിയിൽ വന്നപ്പോൾ ഇയാൾ സ്വർഗാവകാശിയാണെന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ സഹാബിയല്ലേ. നമ്മൾ നിസ്കരിക്കും പോലെ തന്നെയാണ് അദ്ദേഹം നിസ്കരിക്കുന്നത്, നമ്മളെ പ്രവർത്തനങ്ങൾ പോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം. പക്ഷെ ഈ ബഹുമതിക്ക് കാരണം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഈ സഹാബി അദ്ദേഹത്തിന്റെ വീട്ടിൽ അതിഥിയായി ചെന്നെന്ന് മാത്രമല്ല, രാത്രി ഉറങ്ങാതിരുന്നിട്ട് ഇങ്ങനെ അന്വേഷണം തുടങ്ങി. അയാൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നിന്നു. 4-ാം ദിവസം എത്തിയിട്ടും ഒന്നും കണ്ടില്ല. 4-ാം ദിവസം എത്തിയിട്ടും പതിവിന് വിപരീതമായി ഒന്നും കണ്ടില്ല. 4-ാം ദിവസം തുറന്നങ്ങ് പറയേണ്ടി വന്നു, ഏ സഹോദരാ, 3 ദിവസവും നിങ്ങൾ ഒളിവെടുത്തു വരുന്നതിന് തൊട്ട് മുമ്പ് റസൂലുള്ള പറഞ്ഞു, ആദ്യം വരുന്നയാൾ സ്വർഗാവകാശി എന്ന്. അങ്ങനെ നിങ്ങളുടെ പിന്നാലെ ഞാൻ വന്നതാണ് ഒരു അന്വേഷണത്തിന് വേണ്ടി. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്.
പക്ഷേ ഞാൻ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അമലും കണ്ടില്ലല്ലോ, എന്താണ് നിങ്ങളുടെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങൾ ചെയ്യുന്നതേ ഞാനും ചെയ്യുന്നുള്ളൂ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതേ ഞാനും ചെയ്യുന്നുള്ളൂ, എനിക്ക് പ്രത്യേകമായിട്ട് ഒരു അമലും ചെയ്യാനില്ല. പക്ഷേ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ഒരാളെ പറ്റിയും മോശമായി ചിന്തിക്കാറില്ല, ഒരാളെ പറ്റിയും ഞാൻ തെറ്റിദ്ധരിക്കാറില്ല, എല്ലാവരും നല്ലവരാണെന്ന ധാരണയെ എനിക്കുള്ളൂ. ഇത് പറഞ്ഞ സഹാബിയിൽ നിന്ന് കേട്ടത്, അല്ലാഹുവേ ആ ഒരൊറ്റ ബഹുമാനം കൊണ്ടാണ് റസൂലുള്ളാഹി അദ്ദേഹത്തിന് സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിച്ചത്. ആ ഒരു വലിയ അത്ഭുതത്തിന്, ആ ഒരു വലിയ ഇബാദത്തിന് ആ മനുഷ്യൻ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ കാരണമായത് 3 ദിവസത്തെ രാത്രിയിലെ ഒളിഞ്ഞു നോട്ടമാണ്. 3 ദിവസം രാത്രി ഒളിച്ചു നോക്കി. നല്ലതാണ്. മഹാന്മാരായ ഏതെങ്കിലുമൊക്കെ സയ്യിദ് ഉസ്താദും ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ വന്നാൽ കഥക് തുറന്നിട്ട് ഒളിഞ്ഞു നോക്കണമെന്നല്ല, നമ്മളൊന്ന് വാച്ച് ചെയ്യണം. അവരെങ്ങനെയാണ് കുടിക്കുന്നത്, എങ്ങനെയാണ് കഴിക്കുന്നത്, അതൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കണം. അപ്പോഴും നമുക്ക് മനസ്സിലാവും, പടച്ചവനെ, ഇപ്പോഴും എൻ്റെ സഹോദരങ്ങളെ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ചില മഹാന്മാരുണ്ട്. അങ്ങനെയൊക്കെ നേരത്തെ ഞാൻ അത്തിപ്പറ്റ ഉസ്താദിന്റെ കഥ പറഞ്ഞതുപോലെ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി നവ്വറല്ലാഹു മർക്കദ കേരളത്തിലെ ഒരുപാട് വേദികളിൽ പ്രസംഗിച്ച വലിയൊരു പ്രഭാഷകനായിരുന്നു അദ്ദേഹം. മരണപ്പെട്ടു, അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. സൂഫിയാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മവാഹിബുൽ ജലിയ പദ്യരൂപത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു ഗ്രന്ഥമാണ്. അദ്ദേഹത്തിന്റെ ഒരു താരീഖ്, അദ്ദേഹത്തിന്റെ ചരിത്രം ഒരാള് ഒരു സോവനീറിൽ എഴുതിയപ്പോൾ ഞാൻ വായിച്ചു. അതിൽ കൊടുത്തിരിക്കുന്നത്, ഒരു ചായ കുടിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ, ഒരു ബിസ്ക്കറ്റോ ഒരു പഴോ ഒരു മുട്ടായിയോ എന്തെങ്കിലും കഴിച്ചിട്ടേ അദ്ദേഹം വെള്ളം കുടിക്കാറുള്ളൂ. അദ്ദേഹത്തോട് ചോദിച്ചു പത്രേ, എന്താ അതിന് കാരണം? അദ്ദേഹം പറഞ്ഞത്, അള്ളാഹ് പറഞ്ഞത് കുലു വഷ്റബൂ എന്നാ, തിന്നോളിയും കുടിച്ചോളിയും എന്നാണ്. അത് ഖുർആന്റെ ഒരു ശൈലിയാണ്. പക്ഷെ 0.0% പോലും ഖുർആനിനെ അംഗീകരിച്ചുകൊണ്ട് ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ അവർക്ക്. എന്തിന് അത്തിപ്പറ്റ ഉസ്താദിന്റെ കഥ നോക്ക്. ഞാൻ എവിടെയോ കേട്ടതാണ്. ഉസ്താദിന്റെ വലതുഭാഗമാണ്, അല്ല ഇടതുഭാഗമാണ് സർജറി ചെയ്തത്, അല്ല ഇടതുഭാഗമല്ലേ, ഉസ്താദിന്റെ ഇടത് കവള് സർജറി ചെയ്തു, ഓപ്പറേഷൻ കഴിഞ്ഞു. ഞാൻ കേട്ടതാണ്. ഉസ്താദ് ഇങ്ങനെ വലത് കൈത്തണ്ടയിൽ, കൈവെള്ളയിൽ ഇങ്ങനെ കവള് ചേർത്ത് വെച്ച് ഇങ്ങനെ കിടക്കാൻ. ആ സമയത്ത് അടുത്ത് നിൽക്കുന്ന ആരോ ഒരാൾ ഈ നീര് ഒലിച്ചു വന്നപ്പോ അത് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് കോട്ടൺ കയ്യിൽ കൊടുത്തപ്പോ അവിടെ വെക്കാൻ പറഞ്ഞു. അവിടെ വെച്ചപ്പോ കൈ കൊണ്ടെടുത്തിട്ട് ഇങ്ങനെ ഒപ്പി. ചോദിച്ചു അതെന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഒരാൾ എന്തെങ്കിലും തന്നാ വലത് കൈ കൊണ്ടേ വാങ്ങാവൂ, എന്റെ വലത് കൈ ഇവിടെ സ്റ്റേ കൊടുത്തിരിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടത് കൈ കൊണ്ട് എടുത്തതാണ്. എടുക്കുന്നത് കുഴപ്പമില്ല, ഒരാളെന്തെങ്കിലും തന്ന വലത് കൈ കൊണ്ടാണ് വാങ്ങേണ്ടത്. ഇങ്ങനെയൊക്കെ ജീവിച്ചവർ സഹാബത്തിന്റെ കാലത്തും താബീങ്ങളുടെ കാലത്തും അല്ല, അഇമ്മത്തിന്റെ കാലത്തല്ല, 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലുമല്ല, ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവരാണ്. ആലോചിച്ച് നോക്കിയേ, ആ ഒരു നിലയിൽ ജീവിച്ചവരുടെ മണ്ണിൽ നമ്മൾ ചവിട്ടി നടക്കുമ്പോ നമുക്കെന്ത് സൂക്ഷ്മത. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന മഹാന്മാരുണ്ട്. ഒരു വിഷയത്തിൽ പോലും പോയിന്റ് പോലും അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അവരുടെയൊക്കെ ജീവിതം നമ്മുടെ ജീവിതമാക്കി എടുക്കണമെങ്കിൽ നമ്മളിങ്ങനെ വാച്ച് ചെയ്യണം. ആ അന്വേഷണം, ആ വ്യക്തി ജീവിതത്തിലേക്കുള്ള സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞു നോട്ടം, അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമികമാണ്, അത് പ്രോത്സാഹനജനകമാണ്, അത് കൂലി കിട്ടുന്ന കാര്യമാണ്. ഇനി മറ്റൊന്ന് കേട്ടോ. ഒരു രണാങ്കണത്തിൽ യുദ്ധത്തിന്റെ മധ്യഭാഗത്ത് ഒരു ധീരനായ പടയാളി പോരാടുകയാണ്. ആ പോരാട്ടം എങ്ങനെയാണ് നടക്കുന്നതെന്നറിയോ? ശത്രുക്കളിൽ നിന്ന് എത്രയോ പേരെ വകവരുത്തി കുതിരപ്പുറത്തു ധീരനായ പടയാളി പോരാളി ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുമ്പോ സഹാബാക്കൾ നോക്കുന്നു, ഈ മനുഷ്യന്റെ ധീരത എത്ര വലുതാ, എന്തോ ഒരു ധീരതയാണ്, എന്തോ ഒരു
എന്തോരു കാഴ്ചവെപ്പാണ്. ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി പോരാടുന്ന ഈ മനുഷ്യന്റെ ധൈര്യം എത്ര വലുതാ. യുദ്ധം കഴിഞ്ഞ് സഹാബാക്കൾ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ആ സഹാബി അത്ഭുതമാണ്. നബിതങ്ങൾ ഇങ്ങനെ ചിരിച്ചു. ഒരാൾ നല്ല ധീരമായി പോരാടുകയാണ്. അദ്ദേഹത്തിന്റെ പോരാട്ടം കണ്ടിട്ട് സഹാബാക്കൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ എത്ര ധീരനാണ്. നബിതങ്ങൾ ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, പക്ഷെ കാര്യം എന്താ സഹാബ, അയാൾ നരകത്തിലല്ലേ, അയാൾ നരകത്തിലല്ലേ, എന്ത് ചെയ്യാനാ? സഹാബത്ത് പേടിച്ചുപോയി. ഇസ്ലാമിന്റെ പോരാളി, ധീരമായി പോരാടിയ മനുഷ്യൻ, ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി രണാങ്കണത്തിൽ ഇറങ്ങി നിരവധി ശത്രുക്കളെ വകവരുത്തിയ മനുഷ്യൻ, ആ മനുഷ്യൻ എങ്ങനെ നരകാവകാശിയാകും? ഇതിൽ ചില സഹാബാക്കൾ അയാളെ പിന്നാലെ പോയി. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ആള് പറയാ, ഞാൻ പൊതുവിശ്വാസിയാണ്, ഇസ്ലാമിലേക്ക് അടുത്ത കാലത്ത് വന്നയാളാ, ഞാൻ ഈ മനുഷ്യന്റെ പുറകെ നടന്നു, ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ. നോക്കുമ്പോൾ ഇയാളുടെ ഈ മനുഷ്യനെ ഒരു വെട്ട് കിട്ടി, യുദ്ധത്തിൽ വെച്ച് ഒരു വെട്ട് കിട്ടി. ആ വെട്ടിന്റെ വേദന സഹിക്കാൻ കഴിയാതെ ഇയാൾ മരുഭൂമിയിലൂടെ ഓടുകയാണ്. ഈ പോരാളി ധീരമായി ചുവട് വെച്ച മനുഷ്യൻ നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഗുഡൻസ് എന്താണ്? അയാൾ നടന്നു പോയപ്പോ പിന്നാലെ ഒരു സഹാബി ചെന്നു. അദ്ദേഹം ഇങ്ങനെ ഓടുക മരുഭൂമിയിലൂടെ, വേദന കൊണ്ടിട്ട് നിലവിളിക്കാൻ. അവസാനം മരുഭൂമിയിലെത്തിയിട്ട് വാളിന്റെ തലപ്പ് തിരിച്ചു വെച്ചിട്ട് വാളിന്റെ പിടി മരുഭൂമിയിൽ കുത്തി വെച്ചിട്ട് ഓടി ചെന്നിട്ട് നെഞ്ച് അതിലേക്ക് കുത്തി വീണിട്ട് ആത്മഹത്യ ചെയ്തു. അയാൾ തിരിച്ചോടി. ഈ പിന്നാലെ പോയ സഹാബി തിരിച്ചോടി. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ഇസ്ലാം ഉറച്ചു നബിയേ, എന്റെ ഖൽബ് ഉറച്ചു നബിയേ. എന്താ സംഭവിച്ചത്? രണാങ്കണത്തിൽ ചുവട് വെച്ച ധീരനായ പോരാളിയെ പറ്റി നരകാവകാശി എന്നങ്ങ് പറഞ്ഞില്ല നബിയേ. അയാളെ പിന്നാലെ ഞാൻ നടന്നു, അയാൾ ആത്മഹത്യ ചെയ്തു റസൂലേ. അല്ലാഹുവിന്റെ ഹബീബ് ചിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? പ്രിയപ്പെട്ടവരെ, അല്ലാഹു അറിയിച്ചു കൊടുത്തു നബി തങ്ങളുടെ റിസാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞപ്പോ ആ മനുഷ്യന്റെ പിന്നാലെ നടന്നുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു എന്നറിയാനുള്ള ഇദ്ദേഹത്തിന്റെ വ്യഗ്രതയുണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ ജാഗ്രതയുണ്ടല്ലോ, അത് ചെറുതല്ല പ്രിയപ്പെട്ടവരെ, ചെറുതല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, വിശുദ്ധ ഖുർആനില് ഒരാളെ പറ്റി, അയാളുടെ സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞു നോട്ടത്തെ പറ്റി അല്ലാഹു രണ്ട് തലങ്ങൾ പറഞ്ഞു. ഒന്നിന്റെ പേര് തജസ്സുസാണ്, അത് തിന്മയിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമാണ്. രണ്ടാമത്തേത് തഹസ്സുസാണ്, അത് നന്മയിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമാണ്. ഒന്നിന് അല്ലാഹു തക്കതായ ശിക്ഷ തരുന്നതാണ്, ഒന്നിന് അല്ലാഹു നല്ല കൂലി തരുന്നതാണ്. അതുകൊണ്ട് നന്മയുടെ വക്താക്കളുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും നമ്മുടെ ജീവിതത്തിൽ ഒപ്പിയെടുത്ത് അവരുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കാൻ, അവരുടെ ജീവിതത്തിന്റെ പാത പിൻപറ്റിക്കൊണ്ട് നമുക്ക് പോകാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട അയിമ്മത്തുകളുടെ ആ പാത പിൻപറ്റി ജീവിക്കുന്ന ഉലമാഉൽ ഉഖ്റവീൻ, പരലോകത്തിനു വേണ്ടി ജീവിക്കുന്ന പണ്ഡിതന്മാരുടെ പാത പിൻപറ്റാൻ അവരെങ്ങനെ നടക്കുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു, അവരെങ്ങനെ സഞ്ചരിക്കുന്നു എന്ന ഒരു ത്വര നമ്മുടെ ജീവിതത്തിൽ വേണം. അതിന്റെ പേര് തഹസ്സുസ് എന്നാണ്. അത് നന്മയിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമാണ്. ഇത് നമുക്ക് സുന്നത്തായ കാര്യമാണെന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാവിയെ മാറ്റിത്തിരുത്താൻ, നമ്മുടെ ജീവിതത്തിന്റെ ഭാവി പാസുരമാകാൻ ഇതിനപ്പുറത്ത് വേറെ ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരാ, നന്മയിലേക്ക് വേണ്ടി നിങ്ങൾ സഞ്ചരിക്കണേ ചെറുപ്പക്കാരാ, നന്മ മാത്രം കാണണേ ചെറുപ്പക്കാരാ. ഏതെങ്കിലും ആരെങ്കിലും ഒരാള് ഏതെങ്കിലും സോഷ്യൽ മീഡിയയില് ആരെങ്കിലും എന്തെങ്കിലും എഴുതിയിട്ടാൽ അതിനെ കമന്റ് അടിച്ചാൽ, അത് ഷെയർ ചെയ്താൽ, അതിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്താൽ അതിന്റെ ഒരു സവാബ് നിനക്കും കിട്ടും, അല്ലെങ്കിൽ ഒരു ശിക്ഷ നിനക്കും കിട്ടും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും. അല്ലാഹു പറഞ്ഞത് ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, മരിച്ച മണ്ണോട് ചേർന്നവനെ ഞാൻ പുനർജീവിപ്പിക്കുന്നതാണ്. എന്നിട്ട് ആ മനുഷ്യനെ പുനർജീവിപ്പിച്ചു കഴിഞ്ഞിട്ട് അല്ലാഹു പറയുന്നു വനക്തുബു മാ ഖദ്ദമു, അവന്റെ ജീവിതത്തിൽ ചെയ്ത
ചെയ്ത സുഹൃതങ്ങൾ അള്ളാഹു എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ കർമ്മ പുസ്തകത്തിലുള്ളത്, നമ്മൾ ചെയ്തത് മാത്രമല്ല ജീവിതത്തിന്റെ റെക്കോർഡിലുള്ളത്. പിന്നെയോ അല്ല പറയുന്നു സൂറത്ത് യാസീൻ, വആതാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അല്ല പറയുന്നു ഞാൻ മരിച്ചു പോയാൽ എന്റെ നിസ്കാരം അല്ലാഹു എനിക്ക് എഴുതിയിട്ടുണ്ട്, എന്റെ ഈ പ്രസംഗം എഴുതിയിട്ടുണ്ട്, എന്റെ ദാനധർമ്മങ്ങൾ എഴുതിയിട്ടുണ്ട്, എന്റെ സുഹൃതങ്ങൾ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ പേര് മാ ഖദ്ദമു എന്നാണ്, ഞാൻ ചെയ്തതെന്നാണ്. ഇനി മറ്റൊന്നുകൂടി എനിക്ക് എഴുതും. ആ എഴുതുന്നതിന്റെ പേര് ആസാറഹും, ആസാറെന്നാണ്. കാലടിപ്പാടുകൾ. ഞാൻ പ്രസംഗിച്ചത് കേട്ടിട്ട് ആര് ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടോ അതിന്റെ ഒരു പ്രതിഫലം അല്ലാഹു എനിക്ക് എഴുതി തരും. ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു നന്മ തുടങ്ങി വെച്ചു കൊടുത്തവര്, ഈ നാട്ടിലൊരു ചാരിറ്റി തുടങ്ങി വെച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു നന്മ തുടങ്ങി വെച്ചു കൊടുത്തു. മാസാമാസം ഇവിടെ മജ്‌ലിസുൻ നൂറുണ്ട്. ആരെ തുടങ്ങി? പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഖബറിൽ കിട്ടുന്ന ചെറുതല്ല. മലയാളികൾ എവിടെയുണ്ടോ, ഒമാനിലുണ്ട്, ദുബായിലുണ്ട്, ഷാർജയിലുണ്ട്, അബുദാബിയിലുണ്ട്, റാസൽ ഖൈമയിലുണ്ട്, അജ്മാനിലുണ്ട്, മസ്കറ്റിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കത്തുണ്ട്, മദീനത്തുണ്ട് മജ്‌ലിസുൻ നൂർ. ഇവിടെയൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. ലക്ഷദ്വീപിലുണ്ട്, ആന്ധ്രോത്തിലുണ്ട്, കവരത്തിയിലുണ്ട്, ആൻഡമാൻ ദ്വീപിലുണ്ട്, കർണാടകത്തിലുണ്ട്, കേരളത്തിലുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പുണ്യ ബദരീങ്ങളുടെ നാമം പറഞ്ഞ് അവർക്ക് തർളിയത്ത് ചൊല്ലി യാസീൻ ഓതി ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യുന്നു. അവരെ തവസ്സുലാക്കിയിട്ട് ദുആരക്കുന്നു. ചെറിയ കാര്യമല്ല. ഇത് ഇജാസത്ത് കൊടുത്ത ഹൈദരലി ശിഹാബ് തങ്ങൾ ഖബറിനകത്ത് കിടന്ന് ആസ്വദിക്കുകയാണ്. എന്തേ? ഹൈദരലി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ചെയ്ത നന്മകൾ മാ ഖദ്ദമു. ഇപ്പം മജ്‌ലിസുൻ നൂറിന്റെ വാർഷികം, ആസാറഹും, അദ്ദേഹത്തിന്റെ ആസാറ്. ചെറിയ കാര്യമല്ല. എന്നാ ചില നാടുകളിലെ ചില ആളുകൾ ഗാനമേള തുടക്കം കുറിക്കും. ഗാനമേളയ്ക്ക് തുടക്കം കുറിക്കും. അത് കണ്ടിട്ട് ചെറിയ മക്കൾ ഇതുപോലെ ഇരുന്നിട്ട് അവരും തീരുമാനിക്കും, ഞങ്ങൾ വളരട്ടെ, ഞങ്ങൾ ഇതിനേക്കാൾ അപ്പുറത്തെ ആളിനെ കൊണ്ടുവരും. ആദ്യം ഗാനമേള വെച്ച കാക്ക മരിച്ചുപോയി. ചെറിയ ചെക്കന്മാര് വലിയ ആളുകളെ കൊണ്ടുവന്ന് ഗാനമേള നടത്തി. ഈ നാട്ടിലെ ഗാനമേള നടത്തിയ ആളും മരിച്ച ഖബറിലാണ്. അയാൾക്ക് ഇതിന്റെ ആസാർ അല്ല കൊടുത്തുകൊണ്ടിരിക്കും ശിക്ഷയായി. അയാള് ചെയ്തത് മാത്രമല്ല, അയാള് ചെയ്യിപ്പിച്ചതിന്റെയും ശിക്ഷ ഖബറിൽ കിട്ടുന്നതാണ്. അത് മഖബറ നടത്തിയാലും ശരി. കേരളത്തിലെ സുപ്രസിദ്ധയായ ഒരു ഗായിക സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു, പാപ്പാടെ ആണ്ടിന് ഞാൻ വരുന്നുണ്ട്, നിങ്ങളും വരണം. ഞാൻ അവിടെ ഗാനമേളയ്ക്ക് വരുന്നുണ്ട്, പാട്ട് പാടാൻ എന്റെ കൂടെ എന്റെ എല്ലാ ഗ്രൂപ്പുമുണ്ട്, നമുക്ക് അടിച്ചു പൊളിക്കണം. എന്ത്? ഉപ്പാപ്പാടെ ഉറൂസിന്. ആലോചിച്ചു നോക്കിയേ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനും ഹദീസും അഇമ്മത്തുകളും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യാനൊരു സമൂഹത്തെ വാർത്തെടുക്കുകയും വേണം. ഇസ്ലാം വിരുദ്ധമാണെന്ന് നമുക്കറിയാലോ. ഇസ്തഫ്തി ഖൽബക. നബിയെ, എന്താണ് പാപം? എന്താണ് പാപം? ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചിട്ട് പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക, ചോദിക്ക് നിന്റെ ഹൃദയത്തോട് എന്താ പാപം. നമ്മൾ എന്തെങ്കിലും ഒരു നന്മ കാര്യം ചെയ്യുമ്പോ നമ്മുടെ കൽബ് ശാന്തമാണെങ്കിൽ അത് നന്മയാണ്. ഒരു വെപ്രാളം ഉണ്ടാവും, അത് തിന്മയാണ്. അത് തിന്മയാണ്. സംസം വെള്ളം ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ ചായ കുടിച്ചോണ്ടില്ലേ, കട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കാൻ സുലൈമാനി ആര് വന്നാലും നമുക്ക് ടെൻഷൻ ഇല്ല. അതേസമയം മദ്യം കുടിച്ചോണ്ടിരിക്കാൻ ആരുമില്ല. നമ്മൾ 4 സൈഡ് നോക്കും, ആരെങ്കിലും വരുന്നുണ്ടോ. ഒരു അങ്കലാപ്പ്, ഒരു വെപ്രാളം, അത് പാപമാണ്. നന്മ ചെയ്യുമ്പോ ഒരു വെപ്രാളവും നമുക്ക് ഉണ്ടാവൂല. നന്മ ചെയ്യുമ്പോ ഒരു ടെൻഷനും നമുക്ക് ഉണ്ടാവൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മ എന്താണെന്ന് പരതി നടക്കുക. എവിടെയൊക്കെ നന്മ കിട്ടുമോ, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ലത് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.